ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ അസമിൽ ആക്രമണം. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 4 ബജ്രംഗ് ദൾ VHP പ്രവർത്തകർ അറസ്റ്റിലായി. VHP ജില്ലാ സെക്രട്ടറി ഭാസ്കർ ദേഖ, ബജ്രംഗ് ദൾ ജില്ലാ കൺവീനർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയിരുന്ന അലങ്കാരങ്ങളും മറ്റ് തയ്യാറെടുപ്പുകളുമാണ് അക്രമി സംഘം തീവെച്ച് നശിപ്പിച്ചത്. അതേസമയം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ മൗനം തുടരുകയാണ് BJPയും കേന്ദ്ര സർക്കാരും. PR സുനിൽ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് PR സുനിൽ. ഈ ആക്രമണത്തിനൊന്നും ഒരു അവസാനമില്ലേ? സുജയ, ഗുഡ് മോർണിംഗ്. ഏതായാലും ക്രിസ്മസ് ആഘോഷ ഒരുക്കങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പലയിടങ്ങളിലും ആക്രമണമുണ്ടായിരുന്നു. ഇന്നലെ ക്രിസ്മസ് ദിനത്തിലാണ് ഇപ്പോൾ അസമിലെ നൽബരി എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്ന ക്രിസ്മസ് ആഘോഷ ഒരുക്കങ്ങൾ ഇതുപോലെ നശിപ്പിച്ചത്. മാത്രമല്ല, നൽബരി എന്ന് പറയുന്ന പട്ടണത്തിലെ ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള വിൽപ്പനയ്ക്ക് വെച്ച പല വസ്തുക്കളും നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും VHP ആണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. അവിടെ 2-3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മൾ മധ്യപ്രദേശിലേക്കും ഉത്തർപ്രദേശിലേക്കും ദില്ലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ തന്നെ എത്തിയാൽ ഇവിടെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അതിക്രമമായിരുന്നു. മധ്യപ്രദേശിൽ നമുക്കറിയാം, ജബൽപൂരിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ ആക്രമിക്കുന്ന ഒരു BJP നേതാവിനെയാണ് കണ്ടത്. അഞ്ജു ഭാർഗവ എന്ന് പറയുന്ന BJP നേതാവ് കാഴ്ച പരിമിതി ഉള്ള കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി തുടരുകയാണ്. പക്ഷേ അവിടെ ഈ BJP നേതാവിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി അവിടുത്തെ പോലീസോ സർക്കാർ സംവിധാനങ്ങളോ എടുത്തിട്ടില്ല. ഉത്തർപ്രദേശിലും സമാന സാഹചര്യമാണ്, ദില്ലിയിലും സമാന സാഹചര്യമാണ്. ഏതായാലും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ പാർലമെന്റിന് സമീപത്തുള്ള റിഡംഷൻ ഓഫ് കത്തീഡ്രൽ പള്ളിയിലൊക്കെ തന്നെ എത്തുകയും അവിടെ ക്രിസ്മസ് ശുശ്രൂഷയുടെ ഭാഗമായി ചടങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തു. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം നൽകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. പക്ഷേ മറുവശത്ത് ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ വലിയ അതിക്രമവും ആക്രമണവും നടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും ഈ ഒരു ആക്രമ സംഭവങ്ങളിലൊന്നും തങ്ങൾക്ക് ബന്ധമില്ല എന്നതാണ് BJP പറയുന്നത്. BJPക്കോ RSSനോ ഇതിൽ ബന്ധമില്ല എന്നതാണ്. ഏതായാലും ഇങ്ങനെ ആക്രമണം നടക്കുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയമായി അത് പ്രയോജനം ചെയ്യുന്നത് പലപ്പോഴും BJPക്ക് തന്നെയാണ്. ഇതിനെതിരെ, ഈ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് BJPയോ കേന്ദ്ര സർക്കാരോ വരുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും ചോദ്യവും തന്നെയാണ്.